ഏവർക്കും നമസ്കാരം. ഒരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇനി വരാൻ പോകുന്ന എൻട്രൻസുകൾക്ക് വേണ്ടിയുള്ള മാത്സ് ക്ലാസ് ആണ്. നമ്മൾ ഇന്നിപ്പോൾ എടുത്തേക്കുന്നത് ഇച്ചിരി ചെയ്യാനുള്ള ക്വസ്റ്റനാണ്. നമ്മൾ എപ്പോഴും സാധാരണ ട്രിക്സുകൾ ഇഷ്ടംപോലെ നമ്മുടെ ഷോർട്ട് ട്രിക്സ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്തിരി ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നത്. നമ്മളെപ്പോഴും ഷോർട്ട് ട്രിക്ക് കൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റുന്നില്ല. ചെയ്യാനുള്ള കഴിവ് എന്തായാലും നേടിയേ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ എടുത്തേക്കുന്നത്. വളരെ നല്ലൊരു ക്വസ്റ്റനാണ് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് സിംപ്ലിഫിക്കേഷൻസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാൻ ഈ പ്രോബ്ലത്തിൽ നിന്ന് പറ്റും. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കുക. എക്സ് ഈക്വൽ എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ ടു ആൻഡ് വൈ ഈക്വൽ എ സൈൻ ടി ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഇത്രയുണ്ട് കേട്ടോ. ഇതിലേതാണ് നമ്മുടെ ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏത് എൻട്രൻസിനുള്ള ക്ലാസ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസും കിട്ടുന്നതാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് എല്ലാം ഉള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. പാരാമെട്രിക് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ഒരു ഇക്വേഷൻ, വൈ ഈക്വൽ മറ്റൊരു ഇക്വേഷൻ. അത് ഇൻ ടേംസ് ഓഫ് ടി ആണല്ലോ. ചിലപ്പോൾ തീറ്റ വരും, ടി, ഈ രണ്ട് വേരിയബിൾ സാധാരണ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഡി എക്സ് ബൈ ഡി ടി ചെയ്യണം. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഡി വൈ ബൈ ഡി ടി, ഡി വൈ ബൈ ഡി എക്സ് വേണമെങ്കിൽ ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി, അതാണ് മെത്തേഡ്. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു കോസ് ടി. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി? കോസ് ടിയുടെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, മൈനസ് സൈൻ ടി. കോസ് എക്സിന്റേത് മൈനസ് സൈൻ എക്സ്, കോസ് ടിയുടേത് മൈനസ് സൈൻ ടി. ലോഗ് ടാൻ ടി ബൈ ടു, അവിടെയാണ് നമുക്ക് ഇത്തിരി പ്രശ്നം. ലോഗ് ടാൻ ടി ബൈ, ലോഗ് എന്നായതുകൊണ്ട് ആൻസർ ആദ്യം 1 ബൈ ടാൻ ടി ബൈ ടു. പിന്നെ അപ്പൊ ലോഗിനെ കണ്ട് ചെയ്തു. ഇനി ടാൻ ടി ബൈ ടു, ടാൻ എക്സിന്റേത് സി സ്ക്വയർ എക്സ്, ടാൻ ടി ബൈ ടുന്റേത് സി സ്ക്വയർ ടി ബൈ ടു. ഓക്കെ, സി സ്ക്വയർ ടി ബൈ ടു തീർന്നില്ല. പിന്നെ ടി ബൈ ടുന്റേത് 1 ബൈ ടു. ഇത്രയും ഉണ്ട് കേട്ടോ. ഇത്രയാണ് അതിന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ്, ഇനി സിംപ്ലിഫിക്കേഷൻസ് ആണ്, 1 ബൈ ടാൻ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ ടി ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് ടി ബൈ ടു എന്നാണ് അവിടെ. സീക് സ്ക്വയർ, സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ്, സീക് സ്ക്വയർ ടി ബൈ ടു 1 ബൈ കോസ് സ്ക്വയർ ടി ബൈ ടു. ഇതാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പ്. 1 ബൈ കോസ് സ്ക്വയർ ടി ബൈ ടു പിന്നെ ഇൻറ്റു 1 ബൈ ടു. അത്ര. ഇവിടെ ഒരു കോസ് ടി ബൈ ടു, ഇവിടെ കോസ് സ്ക്വയർ. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഫ്രാക്ഷൻ പോലാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അപ്പോൾ എ സ്ക്വയറും എയും കണ്ടാൽ ഒരേ വെട്ടിക്കളയത്തില്ലയോ? അതൊരു കോസ് സ്ക്വയർ മണ്ടയ്ക്ക് കോസ് താഴെ, ഒരു കോസിനെ വെട്ടിക്കളഞ്ഞേക്കാം. ബാക്കി നമുക്ക് ആരൊക്കെയുണ്ട്? എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ന്യൂമറേറ്റർ 1 ഇൻറ്റു 1 ബൈ ഡിനോമിനേറ്റർ. ഇവിടെ ഒരു സൈൻ ടി ബൈ ടു ഉണ്ട്. ഇവിടെ കോസ് സ്ക്വയർ നിന്നും 1 പോയിട്ടുള്ളൂ, ഒരു കോസ് ടി ബൈ ടു ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം 2 എഴുതുന്നു, പിന്നെ സൈൻ ടി ബൈ ടു എഴുതുന്നു, പിന്നെ കോസ് ടി ബൈ ടു എഴുതുന്നു. ഇപ്പോൾ ഇത് വായിച്ച ചിലർക്ക് കത്തുമായിരിക്കും ഇല്ലയോ? കത്തുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു, 2 സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു, സൈൻ എക്സ് ആണ്. ഓക്കെ, ഇപ്പൊ 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു ആകുമ്പോൾ സൈൻ ടി ആണ്. സൈൻ ടി ഇത്രയിന് പകരം സൈൻ ടി എന്ന് പറയും. ഓക്കെ, സൈൻ 2x 2 സൈൻ എക്സ് കോസ് എക്സ്, അപ്പൊ സൈൻ എക്സ് 2 സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു, അപ്പൊ സൈൻ ടി 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു. ഓക്കെ, അപ്പൊ ഇതിന് വരെ സൈൻ ടി എന്ന് ദാറ്റ് ഈസ് എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1 ബൈ സൈൻ ടി എന്ന് എഴുതാം, ഇത്രയിന് പകരം. ഓക്കെ, ഇവിടെ ഒരു ബൈ 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി മൈനസ് സൈൻ സ്ക്വയർ ടി 1 into 1 by sin t. Okay, that is equal to a into bracket നോക്കിക്കേ, minus sin square t plus 1. തിരിച്ചു വായിച്ചാൽ 1 minus sin square t, 1 minus sin square x, cos square x. അപ്പോൾ 1 minus sin square t becomes cos square t. അപ്പോൾ a into cos square t divided by sin t. ഇതാണ് നമ്മളുടെ dx by dt. അപ്പൊ നമുക്ക് അത് കിട്ടി. ഇനി നമുക്ക് dy ബൈ ഡി ടി വേണം. dy ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ y ഈക്വൽ എത്രയാണ്? a sin t. അപ്പൊ dy ബൈ ഡി ടി എന്ന് പറയുമ്പോൾ a sin t യുടെ cos t, അപ്പൊ a cos t അത്രേ ഉള്ളൂ കേട്ടോ, a cos t. ഇപ്പൊ നമ്മുടെ രണ്ടും കിട്ടി, dx ബൈ ഡി ടിയും കിട്ടി, dy ബൈ ഡി ടിയും കിട്ടി. നമുക്ക് വേണ്ടതാരാ? dy ബൈ dx. dy ബൈ dx എന്ന് പറഞ്ഞാൽ dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ dx by dt ആണ് കേട്ടോ. dy by dt by dx by dt. What is dy by dt? A cos t on numerator, a cos t divided by ഇത് a into
cos square t divided by sin t. a ക്യാൻസൽ ആയി. ബാക്കി നമ്മുടെ ആരൊക്കെയുണ്ട്? കോസ് ടി ഉണ്ട് മണ്ടയ്ക്ക്. ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷനാണ്, റെസിപ്രോക്കലും കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ സൈൻ ടി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ടി. ഇതിനെ റെസിപ്രോക്കൽ ഇവനെ തിരിച്ചിട്ടു. അപ്പോൾ ഒരു കോസ് ടി പിന്നെയും ക്യാൻസൽ ആയി. ബാക്കി ആരൊക്കെയാണ് നോക്കിക്കേ? സൈൻ ടി ഉണ്ട്, സൈൻ ടി ബൈ കോസ് ടി, ആൻസർ ആന്റി. ആന്റി അല്ല ടാൻ ടി കേട്ടോ. ഓക്കെ, ടാൻ ടി. അപ്പോൾ നല്ലൊരു പ്രോബ്ലം ചെയ്ത് തീർത്തു. ഇവരെയൊക്കെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം. അല്ലാതെ നമുക്ക് എല്ലാ ഷോർട്ട് ട്രിക്ക് വഴി ചെയ്യാനൊന്നും പറ്റത്തില്ല. ഷോർട്ട് ട്രിക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ചെയ്യാനുള്ളൊരു കഴിവ് നേടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് നമുക്ക് എക്സാമിന്, ഏത് എക്സാമിനും നമുക്ക് ഉറപ്പിച്ച് നല്ലൊരു റാങ്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതേപോലെ ക്ലാസ്സുകളും ഒത്തിരി കാര്യങ്ങൾ കിട്ടും. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.